Dear students, welcome to the course MET 203 Mechanics of Fluids. This course comes under BTech 2019 scheme of KTU and credits offered for the course is 4. Now let us see the topics coming under module 1. First, introduction, fluid and continuum, physical properties of fluid, density, specific weight, vapor pressure, then Newton's law of viscosity, ideal and real fluids, Newtonian and non-Newtonian fluids. Then second part, fluid statics, pressure, density, height relationship, manometers, pressure on plane and curved surfaces, center of pressure, buoyancy, stability of immersed and floating bodies, fluid masses subjected to uniform acceleration, then measurement of pressure. Now the topic that we are going to discuss here is, we will give an introduction to the subject, then we will see the definition of fluid, then the concept of continuum, then density, then we will discuss some fluid properties like density, specific volume, specific weight, specific gravity, absolute viscosity, kinematic viscosity, vapor pressure and cavitation. Now we can see the definition of fluid mechanics. Fluid mechanics, it is defined as the science that deals with the behavior of fluid at rest or in motion and the interaction of fluids with solids or other fluids at the boundaries. Fluid mechanics il endana padikkunnathu behavior of fluid at rest or in motion. Fluid at rest, ഒരു എക്സാമ്പിൾ എന്താണ്, ഒരു കണ്ടെയ്നറിൽ ലിക്വിഡ് എടുത്തിട്ടുണ്ട്, അതേതാ കണ്ടീഷൻ, ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ്. ആ സമയത്തുള്ള പ്രഷർ വേരിയേഷൻ ഇതൊക്കെ എവിടെയാണ് പഠിക്കുന്നത്, ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഫ്ലൂയിഡ് ഇൻ മോഷൻ, അതിന് എക്സാമ്പിൾ എന്താണ്, ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതേതാ കണ്ടീഷൻ, ഫ്ലൂയിഡ് ഇൻ മോഷനാണ്. പിന്നെന്താ, ഇൻട്രാക്ഷൻ ഓഫ് ഫ്ലൂയിഡ് വിത്ത് സോളിഡ്സ്, സെയിം എക്സാമ്പിൾ തന്നെ, വാട്ടർ ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നു, ആ സമയത്ത് ആ ഫ്ലൂയിഡും സോളിഡ് ബൗണ്ടറി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, അതൊക്കെ എവിടെയാണ് പഠിക്കുന്നത്, ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ് പഠിക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റും ഉണ്ട്, ഫ്ലൂയിഡ് ഇൻ മോഷനും ഉണ്ട്. അത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്താണ്, ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ബിഹേവിയർ പഠിക്കുന്നതാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. എന്താണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്, ഫ്ലൂയിഡ് ഇൻ മോഷൻ പഠിക്കുന്നത് എന്താണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ്. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സിന് തന്നെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഹൈഡ്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ദാറ്റ് ആർ പ്രാക്ടിക്കലി ഇൻകംപ്രസിബിൾ ഈസ് യൂഷ്വലി റെഫേർഡ് ടു ആസ് ഹൈഡ്രോ ഡൈനാമിക്സ്. ഹൈഡ്രോ ഡൈനാമിക്സിൽ എന്താ പഠിക്കുന്നത്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിനെ പറ്റി പഠിക്കുന്നതാണ് ഹൈഡ്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. കംപ്രസിബിൾ ഫ്ലൂയിഡും ഉണ്ട്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡും ഉണ്ട്. അതിന് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എക്സാമ്പിൾ ഏതാണ്, വാട്ടർ, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് ഹൈഡ്രോ ഡൈനാമിക്സ്. ഹൈഡ്രോ ഡൈനാമിക്സിന് പിന്നെയും സബ് കാറ്റഗറി ഉണ്ട്, അതാണ് ഹൈഡ്രോളിക്സ്. ഹൈഡ്രോളിക്സിൽ എന്താ പഠിക്കുന്നത്, സബ് കാറ്റഗറി ഓഫ് ഹൈഡ്രോ ഡൈനാമിക്സ് ഈസ് ഹൈഡ്രോളിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലിക്വിഡ് ഫ്ലോസ് ഇൻ പൈപ്സ് ആൻഡ് ഓപ്പൺ ചാനൽസ്. ഹൈഡ്രോളിക്സിൽ വരുന്ന രണ്ട് ടോപ്പിക് എന്താണ്, ഫ്ലോ ഇൻ പൈപ്സ് ആൻഡ് ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ. അടുത്തത് ഫ്ലൂയിഡിൻ്റെ ഡെഫിനിഷൻ കാണാം. നോർമലി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ സോളിഡിനെയും ഫ്ലൂയിഡിനെയും തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നൊരു ഫാക്ടർ ഉണ്ട്, അത് ഏതാണ്, ഷിയർ സ്ട്രെസ് ആണ്. ഹൗ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ സോളിഡ് ആൻഡ് ഫ്ലൂയിഡ് ഈസ് മെയ്ഡ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി എബിലിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ടു റെസിസ്റ്റ് അപ്ലൈഡ് ഷിയർ സ്ട്രെസ്. ഓക്കെ, എ സോളിഡ് ക്യാൻ റെസിസ്റ്റ് ആൻ അപ്ലൈഡ് ഷിയർ സ്ട്രെസ് ബൈ ഡിഫോർമേഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം, ഇതെന്താണ്, ഒരു റബ്ബറാണ്. ആക്ച്വൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, റബ്ബറിൻ്റെ ആക്ച്വൽ കണ്ടീഷൻ ഇതാണ്. ഇതിലെന്താ, റബ്ബറിൻ്റെ ബോട്ടത്തിൽ എന്തായാലും ബോട്ടം സർഫസ് ഒരു ഫിക്സഡ് പ്ലേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ടോപ്പ് സർഫസ് എന്താണ്, ഒരു മൂവിങ് പ്ലേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത്, ആ മൂവിങ് പ്ലേറ്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ആ സമയത്ത് എന്താണ്, ഇതിൻ്റെ ടോപ്പ് സർഫസ്, റബ്ബറിൻ്റെ ടോപ്പ് സർഫസ് എന്താണ്, അണ്ടർ ഷിയർ ആണ്. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, റബ്ബറിന് ഒരു ഡീഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, ഇനിയോ ആ ഫോഴ്സ് റിലീസ് ചെയ്താലോ ആ റബ്ബർ പഴയ ആ ഒറിജിനൽ കണ്ടീഷനിലോട്ട് തന്നെ തിരിച്ചു വരും. മീനിങ് എന്താ, ആ സോളിഡ് ബോഡിക്ക് എന്ത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്,
ആ ഷിയർ ഫോഴ്സിനെ അല്ല ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഒരു ലിക്വിഡ് എടുക്കുന്നത്, ഒരു കോളം ഓഫ് ലിക്വിഡ് ഉണ്ട്. അതിൻ്റെ ബോട്ടം എന്താണ്? ഫിക്സഡ് പ്ലേറ്റ് ആണ്. ടോപ്പ് എന്താണ്? മൂവിങ് പ്ലേറ്റ് ആണ്. സെയിം റബ്ബറിൽ ചെയ്ത സെയിം എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്യുന്നു. എന്താ? ഈ മൂവിങ് പ്ലേറ്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് എന്താ? ഈ ടോപ്പ് സർഫസിൽ വരുന്ന ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെസ്സാണ് ഏതാണ്? ഷിയർ സ്ട്രെസ്സാണ്. ഈ മൂവിങ് പ്ലേറ്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ഫ്ലൂയിഡ് എന്താണ്? ഡീഫോം ചെയ്യും, കണ്ടിന്യൂസ്ലി ഡീഫോം ചെയ്യും. അല്ലാതെ ഒരിക്കലും ആ റബ്ബർ വന്നാണ് കാരണം ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് വരുന്നില്ല. അങ്ങനെ ഫ്ലൂയിഡിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യുക. എ ഫ്ലൂയിഡ് ഡീഫോംസ് കണ്ടിന്യൂസ്ലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഷിയർ സ്ട്രെസ് നോ മാറ്റർ ഹൗ സ്മോൾ. ഫ്ലൂയിഡ് അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനൊരിക്കലും എന്ത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഈ ടോപ്പ് സർഫസിൽ എന്താ? ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സാണ്. അതിനാർക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഫ്ലൂയിഡിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എത്ര ചെറിയ മാഗ്നിറ്റ്യൂഡുള്ള ഷിയർ സ്ട്രെസ്സും ആയിക്കോട്ടെ, ഫ്ലൂയിഡിന് ഒരിക്കലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണ് ഏതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫ്ലൂയിഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെയുള്ള ഫ്ലൂയിഡ് കണ്ടിന്യൂസ്ലി ഡീഫോം ചെയ്ത് പോവും. അടുത്തത്, ഇൻ സോളിഡ്സ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ബട്ട് ഇൻ ഫ്ലൂയിഡ്സ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ്. ഓക്കെ, സോളിഡിലും ഫ്ലൂയിഡിലും തമ്മിലെ ഡിഫറൻസ് ആണ്. ആ സ്ട്രെസ് ഏതിനാണ് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന? സോളിഡിൽ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് സോളിഡ്സിൽ. ബട്ട് ഫ്ലൂയിഡിൻ്റെ കേസിൽ വരുന്ന സമയത്തോ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് ആണ്. അടുത്തത് കണ്ടിന്യൂം എന്നുള്ള കൺസെപ്റ്റാണ് നോക്കുന്നത്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ദാറ്റ് ആർ വൈഡ്ലി സ്പേസ്ഡ് ഇൻ ദി ഗ്യാസ് ഫേസ്, യെറ്റ് it is very convenient to disregard the atomic nature of a substance and view it as continuous homogeneous matter with no holes, that is continuum. The continuum idealization allows us to assume that the properties vary continually in space with no jump discontinuities. എന്താ പറയുന്നത്? മാറ്റർ എന്താണ്? ലിക്വിഡോ ഗ്യാസോ സോളിഡോ എന്ത് ആയിക്കോട്ടെ, അതെന്താണ്? ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ആ മോളിക്യൂൾസ് എന്താണ്? വൈഡ്ലി സ്പേസ്ഡ് ആണ്. പക്ഷേ കണ്ടിന്യൂം കൺസെപ്റ്റ് പ്രകാരം എന്താണ്? ആ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്കിലെ ആ സ്പേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് അതെന്ത് ചെയ്യുക? നമുക്ക് എലിമിനേറ്റ് ചെയ്യുക. അതില്ലാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? മാറ്റർ കണ്ടിന്യൂസ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ത്രൂ ഔട്ടായിട്ട് മാറ്റർ ഉണ്ട്, ആ വോയിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കൺസെപ്റ്റിനാണ് കണ്ടിന്യൂം അപ്രോച്ച് എന്ന് പറയുന്നത്. ദിസ് ഐഡിയലൈസേഷൻ ഈസ് വാലിഡ് ആസ് ലോങ് ആസ് ദി സൈസ് ഓഫ് ദ സിസ്റ്റം വി ഡീൽ വിത്ത് ഈസ് ലാർജ് റിലേറ്റീവ് ടു ദി സ്പേസ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്. എപ്പോഴാണത് വാലിഡ് ആവുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് ഇവിടെ നോക്കുക. ഇതിപ്പം ഓക്സിജൻ ആറ്റംസാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ? ഇതാണ് ആ വോയിഡ് എന്ന് പറയുന്നത്. ഇത് അത്രയും എൻലാർജ്ഡ് വ്യൂ ആണ്. ഇതാണ് ഓക്സിജൻ ആറ്റംസ്. ഇവിടെ എന്താണ്? ഈ സ്പേസൊക്കെ ഗ്യാപ്പ് അല്ലെങ്കിൽ വോയിഡാണ്. കണ്ടിന്യൂം കൺസെപ്റ്റ് പ്രകാരം എന്താണ്? നമുക്ക് ഈ വോയിഡ്സിന് എന്ത് ചെയ്യുക? നെഗ്ലക്റ്റ് ചെയ്യുക. ത്രൂ ഔട്ടായിട്ട് മോളിക്യൂൾസ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുന്ന കൺസെപ്റ്റാണ് കണ്ടിന്യൂം അപ്രോച്ച്. ഇവിടെ എന്താണ്? ഒരു കണ്ടെയ്നർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വോളിയം എത്രയാണ്? 1 mm³ ആണ്. പിന്നെ ഡയമീറ്റർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് എത്രയാണ് വരുന്നത്? 3 × 10⁻⁻10 മീറ്റർ ആണ്. ഇനി മീൻ ഫ്രീ പാത്ത് വരുന്നത് 6.3 × 10⁻⁻8 മീറ്റർ ആണ്. പിന്നെ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഇൻ 1 mm³. ഈ ഒരു കണ്ടെയ്നറിൽ, ഈ 1 mm³ കണ്ടെയ്നറിൽ, വോളിയം വരുന്ന കണ്ടെയ്നറിൽ എത്ര ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്? 3 × 10⁻16. എന്താ മീൻ ഫ്രീ പാത്ത്? എന്താണ് മീൻ ഫ്രീ പാത്ത്? ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മോളിക്യൂൾസ് ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ. അതായത് ഈ മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസ് ആണ് എപ്പോഴും ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ. ഇതിൻ്റെ ഉള്ളിലെ മോളിക്യൂൾസ് എന്താണ്? കണ്ടിന്യൂസ് മോഷനിലുമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എപ്പോഴാണ് കണ്ടിന്യൂം അപ്രോച്ച് അപ്ലിക്കബിൾ ആവുക? The continuum model is applicable as long as the characteristic length of the system is much larger than the mean free path of the molecules.
ഓക്കെ, ഇതിൻ്റെ മീൻ ഫ്രീ പാത്ത് എത്രയാണ് പറയുന്നത് 6.3 × 10⁻⁻8. ഇതിൻ്റെ എത്രയാണ് ഓർഡർ വരുന്നത് 10⁻⁻8ൻ്റെ ഓർഡറാണ്. ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഏത് ഓർഡറിലാണ് വരിക മില്ലിമീറ്റേഴ്സിൻ്റെ, അല്ലെങ്കിൽ 10⁻³ ആണ്. നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ. ആ കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ മീൻ ഫ്രീ പാത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഹൈ വാല്യൂ ആണ്. അത്തരം കേസിൽ മീൻ ഫ്രീ പാത്ത് അത്ര വളരെ ലോ ആണ് കണ്ടെയ്നറിൻ്റെ വോളിയത്തിനെ കണ്ടെയ്നറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോഴെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യുക, കണ്ടിന്യൂം അപ്രോച്ച് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ ഒരു കണ്ടെയ്നറിൽ എന്താണ് ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്, 3 × 10⁻⁶, അത്രയും മോളിക്യൂൾസ് ഈ 1 mm³ എന്ന് പറയുന്ന ഈ വോളിയത്തിൽ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. മീൻസ് എന്താ, ഇതിനിടയ്ക്കിൽ ഈ വോയിഡ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ത്രൂ ഔട്ട് മാറ്റർ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അടുത്തത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫസ്റ്റ് വൺ, ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി. ഇതിനെ സ്പെസിഫിക് മാസ് എന്നും കൂടെ പറയാറുണ്ട്. ഡെൻസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ്. ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ റോ ആണ്. എന്താണ്, ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം മാസ് ഉണ്ട് അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? kg/m³. ഇവിടെ എന്ത് കാണിച്ചിട്ടുണ്ട്? ഗ്യാസ്, ലിക്വിഡ് ആൻഡ് സോളിഡ് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം, 3ൻ്റെ കണ്ടെയ്നറിൻ്റെ വോളിയം എന്താണ്? സെയിം ആണല്ലേ. പക്ഷേ എന്താ, ഇത്രപ്പരം വോളിയത്തിൽ ഗ്യാസിൻ്റെ മാസ് എന്ന് പറഞ്ഞത് ഏകദേശം ഇത്രപ്പരം മോളിക്യൂൾസ് മാത്രമേ എവിടെ വരുന്നുള്ളൂ, അതിൻ്റെ മാസാണ് ആ കണ്ടെയ്നറിൽ വരുന്ന മാസ്. നേരെ മറിച്ച് ലിക്വിഡിലോട്ട് വരുന്ന സമയത്തോ കുറച്ചുകൂടി മോളിക്യൂൾസ്, ലിക്വിഡിൽ എന്താണ് ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റ്ലി പാക്ക്ഡാണ്, കുറച്ചും കൂടെ മോളിക്യൂൾസ് ഇവിടെ വരുന്നുണ്ട്. മീൻസ് എന്താ, ഏതിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും കൂടുതലുണ്ടാവുക? ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലുണ്ടാവുക. സോളിഡിലോട്ട് വരുന്ന സമയത്തോ മോളിക്യൂൾസ് കുറച്ചും കൂടെ ടൈറ്റ്ലി പാക്ക്ഡ് ആണ്. മീൻസ് കൂടുതൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ ഗിവൺ വോളിയത്തിൽ എന്താണ് കൂടുതൽ മാസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അടുത്തത് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം ഈസ് ഡിഫൈൻഡ് ആസ് വോളിയം പെർ യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ്. സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ എന്താണ്? വോളിയം ബൈ മാസ് ആണ്. മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റി ആണ്. അന്നേരം സ്പെസിഫിക് വോളിയം എന്തായിരിക്കും? 1 ഡെൻസിറ്റി ആയിരിക്കും. ഒരു പർട്ടിക്കുലർ മാസിൽ എത്ര വോളിയം, കറസ്പോണ്ടിങ് വോളിയം എത്രയുണ്ട്, അതിൻ്റെ മെഷറാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അതെന്തിൻ്റെ റെസിപ്രോക്കലാണ്? മാസ് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലാണ്. യൂണിറ്റ് എന്ത് വരും? വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? m³ ആണ്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അടുത്ത ടേം സ്പെസിഫിക് വെയ്റ്റ് ഓർ വെയ്റ്റ് ഡെൻസിറ്റി, ഡിനോട്ടഡ് ബൈ സിമ്പിൾ ഗാമ. സ്പെസിഫിക് വെയ്റ്റ് ഓർ വെയ്റ്റ് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ്. മാസ് ഡെൻസിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മാസ് ബൈ വോളിയം ആണ്. വെയ്റ്റ് ഡെൻസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വെയ്റ്റ് ബൈ വോളിയം. വെയ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വെയ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം ഇക്വേഷൻ എങ്ങനെ ആയി മാറി? ഗാമ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ജി വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഈ മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റി റോ ആണ്. അന്നേരം ഇക്വേഷൻ എങ്ങനെ മാറും? ഗാമ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. അതായത് സ്പെസിഫിക് വെയ്റ്റ് ഈസ് ഈക്വൽ ടു മാസ് ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി വാട്ടറിൻ്റെ സ്പെസിഫിക് വെയ്റ്റ് എത്രയാണ് വരിക? വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 ആണ്. 1000 kg/m³ ആണ്. ജി എത്രയാണ്? 9.81. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഗാമ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 9810 Nm/m³. യൂണിറ്റ് എന്താ വരിക? വെയ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് m³ ആണ്. Nm/m³ ആണ് വെയ്റ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരിക. അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി. Specific gravity is defined as the ratio of density of a substance to the density of some standard substance at a specified temperature. For liquids, the standard fluid taken is water, and for gases, the standard fluid is air. ഓക്കെ, എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? അത് ഡെൻസിറ്റിയുടെ റേഷ്യോ ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്. ലിക്വിഡ്സിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആരാണ്? വാട്ടറാണ്. അന്നേരം അങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റീനെ ഡിഫൈൻ ചെയ്യുക. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ആണെന്ന് വെച്ചോ, അങ്ങനെ ഇക്വേഷൻ മാറും. ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതിനെ പറയുന്ന വേറൊരു പേരെന്താ? റിലേറ്റീവ് ഡെൻസിറ്റി എന്നും പറയും.
ഇതിന് ഡയമെൻഷൻ ഉണ്ടാവുക? ഇല്ല. കാരണം എന്താ, രണ്ട് ഡെൻസിറ്റിയുടെ റേഷ്യോ ആയതുകൊണ്ട് എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്ത് പോകും. അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. നോർമലി ക്വസ്റ്റ്യൻസിൽ എന്താ ഉണ്ടാവുക, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടാവും, ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. എന്ത് ചെയ്യുക, ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഈസ് 13.6. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ 13.6 ഇൻറ്റു 1000. അത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്താണ്, ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ്. അടുത്ത പ്രോപ്പർട്ടി വിസ്കോസിറ്റി. Viscosity is defined as the property of the fluid which offer resistance to the movement of one layer of fluid over another adjacent layer of fluid. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയാം. ആദ്യം ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഫിക്സഡ് സർഫസ്. ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഫിക്സഡ് സർഫസ് ആണ്. ആ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു ബോഡിയാണ്. ഓക്കെ, ഈ ബോഡി ഈ ഡയറക്ഷനിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കണം. എന്ത് ചെയ്യും, ഒരു പുഷ് ഇവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, ആ സമയത്ത് എന്താണ്, ഈ ബോഡിക്ക് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം എന്ത് വരും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യും, ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് വരും സർഫസിൽ. ഓക്കെ, ആ റെസിസ്റ്റിംഗ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ മോഷൻ പോസിബിൾ ആവുള്ളൂ. ഇവിടെ റിലേറ്റീവ് മോഷൻ നടക്കുന്നുണ്ടോ, ആ കോണ്ടാക്ട് സർഫസിൽ എന്തുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. അതേപോലെ എന്താ, ഫ്ലൂയിഡ് ലെയർ ബൈ ലെയർ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അടുത്ത ലെയർ ഓഫ് ഫ്ലൂയിഡിൻ്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി എന്ത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ. വിസ്കോസിറ്റി ഈസ് ഡ്യൂ ടു ഇൻറ്റേർണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ഡെവലപ്സ് ബിറ്റ്വീൻ different layers of fluid as they are forced to move relative to each other. ഓൾറെഡി പറഞ്ഞതാണ് എപ്പോഴാണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ഇടയ്ക്ക് മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അതിൻ്റെ അഡ്ജസൻറ്റ് ലെയറിൻ്റെ ഫ്ലൂയിഡിൻ്റെ മോഷനെ ഓപ്പോസ് ചെയ്യും. അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റിയുടെ കാരണം എന്താ, വിസ്കോസിറ്റി ഈസ് കോസ്ഡ് ബൈ കോസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻ ലിക്വിഡ്. എന്താ കോസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ, സിമിലർ കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് കോഹസീവ് ഫോഴ്സ്. മീൻസ് വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതാണ് ശരിക്കും കോഹസീവ് ഫോഴ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ്, സിമിലർ കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് കോഹസീവ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്, അഥസീവ് ഫോഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾസും അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്ലാസ് കണ്ടെയ്നർ ആണെങ്കിൽ അത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്, അഥസീവ് ഫോഴ്സ് ആണ്. വിസ്കോസിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് കോഹസീവ് ഫോഴ്സ് ആണ്. ഇനി ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്, ഒരു ഫിക്സഡ് പ്ലേറ്റ് ഉണ്ട്. ഇനി ഇവിടെ വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഈ പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വരും. ആ പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് മോളിക്യൂൾസ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. അതിനെ നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയും. മീൻസ് എന്താ, ഈ സർഫസുമായിട്ട് ഫ്ലൂയിഡ് മോളിക്യൂൾസ് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇനി ഒരു യു എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ ഫ്ലൂയിഡ് വരുന്നുണ്ട്. ഇവിടെയുള്ള ഫ്ലൂയിഡ് എന്താണ്, സ്റ്റേഷനറി ആണ്. മുകളിലോട്ട് പോകുന്തോറും എന്താണ്, ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടി വരും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഫ്ലൂയിഡ് വരുന്നുണ്ട്, ഒരു പ്ലേറ്റ് ഇവിടെ സ്റ്റേഷനറി പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന മോളിക്യൂൾസ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. മുകളിലോട്ട് പോകുന്തോറും എന്താണ്, ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടി വരും. ഇവിടെ വെലോസിറ്റി പ്രൊഫൈൽ കാണിച്ചിട്ടുണ്ട്, ഇവിടെ എന്താണ് 0 ആണ്. മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി കൂടി വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഒരു ലെയറിൻ്റെ വെലോസിറ്റി എന്താണ്, യു ആണ്. അതിൻ്റെ മുകളിലത്തെ ലെയറിൻ്റെ വെലോസിറ്റി എന്താണ്, യു പ്ലസ് ഡി യു ആണ്. ആ രണ്ട് ലെയേഴ്സ് തമ്മിലെ ഡിസ്റ്റൻസ് എന്താണ്, ഡി വൈ ആണ്. ഓക്കെ, ഇനി വിസ്കോസിറ്റി ടുഗദർ വിത്ത് റിലേറ്റീവ് വെലോസിറ്റി കോസസ് എ ഷിയർ സ്ട്രെസ് ആക്ടിങ് ബിറ്റ്വീൻ ഫ്ലൂയിഡ് ലെയേഴ്സ്. The shear stress is proportional to rate of change of velocity with respect to y. അതിൻ്റെ മീനിങ് എന്താ, രണ്ട് ഫ്ലൂയിഡ് ലെയർ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അത് തമ്മിൽ എന്തുണ്ട്, വെലോസിറ്റി ചേഞ്ച് ഉണ്ട്, പിന്നെന്താ വിസ്കോസിറ്റി ഉണ്ട്. ആ രണ്ട് കാരണം കൊണ്ടെന്ന് സംഭവിക്കും, ഒരു ഷിയർ സ്ട്രെസ് അവിടെ ഡെവലപ്പ് ചെയ്യും. മീൻസ് ടോപ്പ് ലെയറിലെ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, താഴെ അഡ്ജസൻറ്റ് ബോട്ടം ലെയറിൽ എന്തുണ്ടാവും, ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ബോട്ടം ലെയറിലെ ഫ്ലൂയിഡ് അഡ്ജസൻറ്റ് ടോപ്പ് ലെയറിൽ ഒന്നുണ്ടാവും, ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ആ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഏതിന് പ്രൊപ്പോർഷൻ ആയിരിക്കും,
ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു വൈ, അല്ലെങ്കിൽ ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു du/dy. ഇനി എന്ത് ചെയ്യണം? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഇക്വേഷനാക്കി മാറ്റണം. ആ സമയത്ത് എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് വരും. അതായത് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. ആ മ്യൂ എന്ന് പറയുന്നതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി, അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി, അല്ലെങ്കിൽ സിംപ്ലി വിസ്കോസിറ്റി. du/dy എന്ന് പറയുന്ന പേരെന്താണ്? വെലോസിറ്റി ഗ്രേഡിയൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അടുത്തത് യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഈ മ്യൂവിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? മ്യൂ ഇസ് ഈക്വൽ ടു ടോ ബൈ du/dy വരും. ഓരോ കമ്പോണൻറ്റിൻ്റെയും യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? മ്യൂവിൻ്റെ യൂണിറ്റ് കിട്ടും. മ്യൂവിൻ്റെ SI യൂണിറ്റ് എന്താ കിട്ടുക? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ കിട്ടും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്താണ്? പാസ്കലാണ്, അല്ലെങ്കിൽ എന്താ പറയുക? പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം. അതിൻ്റെ CGS യൂണിറ്റ് എന്താ വരിക? ഡൈൻ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പോയിസ്. ഇനി എന്ത് വേണം? SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലെ റിലേഷൻ എന്താണെന്ന് അറിയണം. കാരണം നോർമലി പ്രോബ്ലത്തിൽ എന്താണ്? CGS യൂണിറ്റിലായിരിക്കും വിസ്കോസിറ്റി തന്നിട്ടുണ്ടാവുക. തമ്മിലെ റിലേഷൻ എന്താ? 1 പോയിസ് ഈസ് ഈക്വൽ ടു 10⁻⁻1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി വിസ്കോസിറ്റി ഓഫ് വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ആ വാല്യൂ എത്രയാണ്? 1 സെൻറ്റിപോയിസ് ആണ്. ആ വാല്യൂ ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. അടുത്തത് കൈനമാറ്റിക് വിസ്കോസിറ്റി. നോർമലി പ്രോബ്ലംസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു ടേമാണ് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിനെന്താണ്? ഒരു പുതിയൊരു ടേമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡൈനാമിക് വിസ്കോസിറ്റി ടു ദി ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ന്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിൾ വെച്ചിട്ട് ഡിനോട്ട് ചെയ്ത് ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ബൈ റോ ആണ്. അതായത് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി. അതിൻ്റെ യൂണിറ്റ് സോൾവ് ചെയ്താൽ കിട്ടും മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ് SI യൂണിറ്റ്. CGS യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ്, അല്ലെങ്കിൽ സ്റ്റോക്കാണ്. SI യൂണിറ്റ് CGS തമ്മിലുള്ള റിലേഷൻ എന്താ വരുന്നത്? 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 10⁻⁻4 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അടുത്തത് വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പം വിസ്കോസിറ്റിക്ക് എന്ത് വേരിയേഷനാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ലിക്വിഡിൻ്റെ കേസ് നോക്കാം. എന്താ മനസ്സിലാവുന്നത്? ഇവിടെ X ആക്സിസിൽ ടെമ്പറേച്ചറാണ്, Y ആക്സിസിൽ എന്താണ്? വിസ്കോസിറ്റിയാണ്. ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി എന്താണ്? ഡിക്രീസ് ചെയ്ത് വരികയാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ലിക്വിഡിൽ എന്തുകൊണ്ടാണ് വിസ്കോസിറ്റിയുടെ കാരണം എന്താ പറഞ്ഞത്? കൊഹസീവ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ വാട്ടർ എടുക്കുന്നെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതുകൊണ്ടാണ് വിസ്കോസിറ്റി. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്താ ചെയ്യുക? ആ മോളിക്യൂൾസ് ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോകും. എന്ത് ചെയ്യും? ആ കൊഹസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ആ സമയത്ത് നോർമലി എന്ത് ചെയ്യും? വിസ്കോസിറ്റിയും ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പം ലിക്വിഡ്സിൻ്റെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. പിന്നെ നേരെ മറിച്ച് ഗ്യാസസിൻ്റെ കേസ് എടുക്കുന്നത്. ഗ്യാസസിൻ്റെ വിസ്കോസിറ്റി കാരണം എന്താണ്? അതിൻ്റെ കൊളീഷനാണ്. ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് ഉണ്ട്. ആ മോളിക്യൂൾസ് എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം മോഷൻ കൊണ്ട് കൊളീഷനും നടക്കുന്നുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ? ആ ഗ്യാസ് മോളിക്യൂൾസ് ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോകും. ഹയർ വെലോസിറ്റിയിലും മൂവ് ചെയ്യുന്നുണ്ടാവും. നമ്പർ ഓഫ് കൊളീഷൻസ് കൂടി എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മോഷൻ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വന്നു. മീൻസ് എന്താ? അതാണ് ശരിക്കും ആ റെസിസ്റ്റൻസ് ടു മോഷനാണ് ശരിക്കും ആ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ആ സമയത്ത് എന്താ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് കൊളീഷൻസ് കൂടി, റെസിസ്റ്റൻസ് ടു മോഷൻ ഇൻക്രീസ് ചെയ്തു. എന്തും കൂടും? വിസ്കോസിറ്റി കൂടുകയും ചെയ്യും. ഇതാണ് വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് വേപ്പർ പ്രഷർ. ആദ്യം വേപ്പർ പ്രഷറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ വേപ്പർ പ്രഷർ ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ഇറ്റ്സ് വേപ്പർ ഇൻ ഫേസ് ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. എന്താണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്? വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ തന്നെയാണ് വേപ്പർ പ്രഷർ. എപ്പോഴാണ് അതിനെ വേപ്പർ പ്രഷറായി കൺസിഡർ ചെയ്യുന്നത്? അതെന്തായിരിക്കണം? ഫേസ് ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് ആയിരിക്കണം. ഓക്കെ. എന്താണ് ഫേസ് ഇക്വിലിബ്രിയം എന്ന് നോക്കാം. അതിനുപട്ടെ ദ ചേഞ്ച് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ദി ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഇവാപ്പറേഷൻ. എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്? അതൊരു ഫേസ് ചേഞ്ച് പ്രോസസ്സാണ്. എവിടെ നിന്ന് എങ്ങോട്ട്? ലിക്വിഡ്സ് ഫേസ്.
ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ട്, അത് ഗ്യാഷ്യസ് ഫേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പറേഷൻ ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് എസ്കേപ്പിംഗ് ഓഫ് മോളിക്യൂൾസ് ത്രൂ ദി ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ഇവാപ്പറേഷൻ എങ്ങനെ സംഭവിക്കുന്നത്? ഈ സർഫസിലുള്ള മോളിക്യൂൾസ് ആ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന സമയത്താണ് ഇവാപ്പറേഷൻ സംഭവിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ലിക്വിഡ് മോളിക്യൂൾസ് എന്താണ്? റാൻഡം മോഷൻസ് ആണ്. ഓരോ മോളിക്യൂൾസിനും എന്താണ്? ഡിഫറെൻറ്റ് എനർജി ആയിരിക്കും ഉണ്ടാവുക. ആ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്? എനർജി ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ചില മോളിക്യൂൾസ് എനർജി അക്യൂർ ചെയ്യുകയും ചെയ്യും, ചിലത് എനർജി ലോസ് ചെയ്യും. മീൻസ് ഗെയിൻ ആൻഡ് ലോസ് പ്രൊസീജിയർ അവിടെ നടക്കുന്നുണ്ട്. സർഫസിലുള്ള മോളിക്യൂൾസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അവിടെ ഒരു കൊളീഷൻ നടക്കുന്ന സമയത്ത് ചില മോളിക്യൂൾസ് എന്താണ്? എനർജി ഗെയിൻ ചെയ്തിട്ട് ഹയർ എനർജി സ്റ്റേറ്റിലെത്തുകയും ചെയ്യും. അതിനെന്ത് ചെയ്യുക? ആ ഫ്രീ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, മീൻസ് എന്താ? ആ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അതിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു ബിക്കോസ് ഓഫ് ഹൈ എനർജി ഓഫ് ദാറ്റ് മോളിക്യൂൾസ്. അതാണ് ശരിക്കും ആ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എവിടെ നടക്കുന്നത്. ഇനി എന്താണ്? ഇനി വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം. അതിന് ഈ ഫിഗർ 1, 2, 3 ഒന്ന് നോക്കുക. ഒരു കണ്ടെയ്നറിൽ എന്തുണ്ട്? ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് എന്താണ്? ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? ഓൾറെഡി പറഞ്ഞ മാതിരി ആ ഫ്രീ സർഫസിലുള്ള മോളിക്യൂൾസ്, ഹയർ എനർജി മോളിക്യൂൾസിന് എന്ത് ചെയ്യുക? ആ ഫ്രീ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ഏത് സ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ടി പറ്റും? വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അവിടെ അതേപോലെ ആ ലിക്വിഡിൽ നിന്ന് കുറച്ച് മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. ആ മോളിക്യൂൾസിന് അറ്റ്മോസ്ഫിയറിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്താണ്? ആ കണ്ടെയ്നർ ക്ലോസ്ഡ് ആണ്. ആ പോകുന്ന മോളിക്യൂൾസ്, വേപ്പർ സ്റ്റേറ്റിലെ മോളിക്യൂൾസ്, അവിടെ വേപ്പേഴ്സ് എന്താണ്? കണ്ടിന്യൂസ് കൊളീഷൻ ഉണ്ട്. അവിടെ എനർജി ലോസ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് എന്താ? തിരിച്ച് കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലോട്ടും വരും. കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആ വേപ്പർ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് വരുന്നതിനാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ? ലിക്വിഡ് വേപ്പർ ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്, കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്. ഇത് ഏതുവരെ പോവും? ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ വരെ അത് പോകുമല്ലോ. ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താ? ഇവിടെ നിന്നുള്ള റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ അതെത്തും. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുന്ന് മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേറ്റ് ഏതിന് ഈക്വലാവും? മോളിക്യൂൾസ് തിരിച്ച് കണ്ടൻസ് ചെയ്ത് വേപ്പർ ലിക്വിഡ് ആവുന്ന റേറ്റിന് ഈക്വൽ ആവുന്ന കണ്ടീഷൻ. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇല്ലേ വേപ്പർ, അത് ആ ഫ്രീ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ എന്ന്. ഓക്കെ, ഇനി ആ ഡെഫിനേഷൻ വായിച്ചാൽ മനസ്സിലാവും എന്താണ് ഇക്വിലിബ്രിയം. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ തന്നെ വേപ്പർ അതിൻ്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. എപ്പോൾ? ആ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. ഓക്കെ, ഇനി ആ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന സാധനം എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ നിന്നില്ല ഈ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താണ്? കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യും. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ ലിക്വിഡ് ടു വേപ്പർ, അതായത് ഇവാപ്പറേഷൻ റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് എന്താണ്? ആ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. എങ്ങനെയാണ് ഡിപ്പെൻഡൻസി വരുന്നത്? ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് വേപ്പർ പ്രഷർ ഓൾസോ ഇൻക്രീസസ്. ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? ടെമ്പറേച്ചറാണ് കാണിച്ചിരിക്കുന്നത്. കറസ്പോണ്ടിങ് വേപ്പർ പ്രഷറും ഇവിടെ കാണിച്ചിട്ടുണ്ട്. യൂണിറ്റ് എന്താണ്? കിലോ പാസ്കലാണ്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്താ കാണുന്നത്? ആ വേപ്പർ പ്രഷർ കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ബോയിലിംഗ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ. എപ്പോഴാണ് ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്? അതാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ലിക്വിഡ് സ്റ്റാർട്ട് ബോയിലിംഗ് വെൻ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽസ് ടു എക്സ്റ്റേണൽ പ്രഷർ ഓർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എക്സ്റ്റേണൽ പ്രഷർ എന്ന് ജനറലായിട്ട് പറയാം. നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഒരു ലിക്വിഡ് എപ്പോഴാണ് ബോയിൽ ചെയ്യാൻ വേണ്ടി പറ്റുക? ഓക്കെ, ഞാൻ കണ്ടെയ്നറിൽ എന്തെടുത്തിട്ടുണ്ട്? ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എന്താ ഉണ്ടാവും? അതിൻ്റെ വേപ്പർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, വേപ്പർ പ്രഷർ അല്ലാണ്ട് വേറൊരു പ്രഷറും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്? നമ്മളെല്ലാവരും മുകളിൽ ആക്ട് ചെയ്യുന്നൊരു പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് എപ്പോഴാണ് ബോയിൽ ചെയ്യുക? ഇവിടെയുള്ള വേപ്പർ ലിക്വിഡിൻ്റെ ആ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആവുന്നൊരു കണ്ടീഷൻ വരും. അപ്പോഴാണ് എന്ത് ചെയ്യുക? ലിക്വിഡ് ബോയിൽ ചെയ്യുക. നോർമലി നമ്മളെ റൂം ടെമ്പറേച്ചറിലെ കണ്ടീഷൻ എടുത്താൽ റൂം ടെമ്പറേച്ചർ നമ്മളെ റൂമിൽ എന്താണ് ആക്ട് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഓക്കെ, ആ കണ്ടെയ്നറിൽ ഞാൻ
വാട്ടർ എടുത്തിട്ടുണ്ട്. അത് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്, സം 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് വാട്ടർ ഉള്ളത്. അത് ബോയിൽ ചെയ്യുന്നുണ്ടാവുക? ഇല്ല, ഒരിക്കലും ബോയിൽ ചെയ്യില്ല. കാരണം അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ആ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ വേപ്പർ പ്രഷർ എന്ന് എത്രയാണ്? 3.17 ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ് വരുന്നത്? 101.3. ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. 101.3 കിലോ പാസ്കലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ ആ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അത്രയേ വരുന്നുള്ളൂ, 3.17 ആണ്. മറ്റേത് 101.3 ആണ്. രണ്ടും ഈക്വൽ അല്ല. ഇനി ഞാനിതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെത്തി. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്രയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്? 101.3 ആണ്. നോർമലി ആക്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? 101.3 ആണ്. ആ സമയത്ത് എന്ത് ചെയ്യും? ലിക്വിഡ് ബോയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, കൺസെപ്റ്റ് തിരിഞ്ഞെന്ന് വിചാരിക്കുന്നത്. എപ്പോഴാണ് ബോയിൽ ചെയ്യുക? വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എക്സ്റ്റേണൽ പ്രഷർ, ഇതിൻ്റെ ഫ്രീ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ, അത് രണ്ടും ഈക്വൽ ആവുന്ന സമയത്താണ് ലിക്വിഡ് ബോയിൽ ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു ബോയിൽ വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ? നമ്മളെ റൂം ടെമ്പറേച്ചറിൽ വാട്ടറിനെ ബോയിൽ ചെയ്യിക്കാൻ വേണ്ടി പറ്റുമോ? അതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നോർമലി എന്താണ്, ഈ അപ്പാരറ്റസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക. ഒരു ഫ്ലാസ്കിൽ എന്തെടുത്തിട്ടുണ്ട്? വാട്ടർ എടുത്തിട്ടുണ്ട്. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷറായിരിക്കും. വാട്ടർ ഒരു സം 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലായില്ലെന്ന് വെച്ചോ. ആ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്രയാണ്? 3.17 കിലോ പാസ്കലാണ് അതിൻ്റെ വേപ്പർ പ്രഷർ. വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ എന്നാൽ 3.17 ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്താണ്? 101.3 ATM കിലോ പാസ്കൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഫ്രീ സർഫസിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അതിനെന്ത് ഉപയോഗിക്കുന്നത്? ഒരു വാക്വം പമ്പ് ഉപയോഗിക്കുന്നു. ആ വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ സർഫസിലെ പ്രഷർ, ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ റെഡ്യൂസ് ചെയ്തു. പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ആ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് 3.17 കിലോ പാസ്കൽ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? വാട്ടർ ബോയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. കാരണം എന്താണ്? ഇവിടെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷർ ഇപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല, വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ട് ആ 3.17 അല്ലെങ്കിൽ അതിൽ ബിലോ എന്ന് പറഞ്ഞ കണ്ടീഷനിലെത്തി. ആ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ എത്രയാണ്? 3.17 ആണ്. വേപ്പർ പ്രഷറും അതിലുള്ള എക്സ്റ്റേണൽ പ്രഷറും എന്തായി? ഈക്വലായി. ആ സമയത്ത് എന്ത് ചെയ്യും? വാട്ടർ ബോയിൽ ചെയ്യും. മീൻസ് എന്താ? റൂം ടെമ്പറേച്ചറിൽ തന്നെ വാട്ടറിനെ ബോയിൽ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. എപ്പോഴാണ്? അതിൻ്റെ ഫ്രീ സർഫസിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ. ഈ ഒരു കൺസെപ്റ്റാണ് ക്യാവിറ്റേഷനിലും വരുന്നത്. ഇനി എന്താണ് ക്യാവിറ്റേഷൻ നോക്കാം. ഇഫ് ദ പ്രഷർ അറ്റ് എനി പോയിൻ്റ് ഇൻ ദ ഫ്ലോയിങ് ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദ വേപ്പർ പ്രഷർ, ദ വേപ്പറൈസേഷൻ ഓഫ് ദി ലിക്വിഡ് സ്റ്റാർട്ട്സ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഒരു ഇൻസ്ട്രുമെൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ഫ്ലോയിങ് സിസ്റ്റത്തിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനൊരു ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വേപ്പർ ഓഫ് പ്രഷർ ഉണ്ട്. ഇനി ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ്? അതിൻ്റെ പ്രഷർ വേരി ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നതാണ്. ഫ്ലൂയിഡ് എലോങ് ദ ലെങ്ത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഈ ഇവിടെ ഏരിയ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താണ്? സെയിം ഏരിയ ആണ്. ഇവിടെ എന്താണ്? ഏരിയ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആദ്യം പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ ഏരിയ കുറയുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? പ്രഷർ ഡിക്രീസ് ചെയ്തു. പിന്നെ ഏരിയ കൂടുന്ന സമയത്ത് എന്ത് ചെയ്തു? പ്രഷർ ഇൻക്രീസ് ചെയ്തു. പക്ഷെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്താണ്? ഒരു പർട്ടിക്കുലർ വേപ്പർ പ്രഷർ അവിടെയുണ്ട്. ഇനി ഫ്ലൂയിഡ് എപ്പോഴാണ് ബോയിൽ ചെയ്യുക? ആ എക്സ്റ്റേണൽ പ്രഷർ, ആ ഫ്ലോ ചെയ്യുന്ന സമയത്തില്ല പ്രഷറും ആ വേപ്പർ പ്രഷറും ഈക്വൽ ആകുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്തു? ഫ്ലൂയിഡ് ബോയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് ഫിക്സഡ് വാല്യൂ ആണ്. പക്ഷേ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ഫ്ലോ ഏരിയനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. അത് ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ആ ഡിക്രീസ് ചെയ്തിട്ട് ഏത് കണ്ടീഷനിലെത്തണം? ആ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ പ്രഷറും അതിൻ്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആവുന്നൊരു കണ്ടീഷൻ വരും. ആ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ഫ്ലൂയിഡ് ബോയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ബോയിൽ ചെയ്തിട്ട് വേപ്പർ ബബിൾസ് ഫോം ചെയ്യും. ഓക്കെ, ആ ബബിൾസ് എന്ത് ചെയ്യും? എലോങ് ദ ഫ്ലൂയിഡ് ക്യാരി ചെയ്യും. പിന്നെന്താണ്? അതൊരു ഹയർ പ്രഷർ, ഇവിടെ ലോ പ്രഷർ റീജിയനിലാണ് അത് ബോയിലിംഗ് നടക്കുക. ആ വേപ്പർ ബബിൾസിന് എന്ത് ചെയ്യും? ഹയർ പ്രഷർ സോണിലോട്ട്
ക്യാരി ചെയ്യും. ആ ഹയർ പ്രഷർ സോണിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ വേപ്പർ ബബിൾസ് കൊളാപ്സ് ചെയ്യും. ആ കൊളാപ്സ് ചെയ്യുന്ന സമയത്ത് ഹൈ ഇൻറ്റൻസിറ്റിയിലെ പ്രഷർ വേവ് ക്രിയേറ്റ് ചെയ്യും. ആ പ്രഷർ വേവ് എന്ത് ചെയ്യും, ഈ മെറ്റാലിക് സർഫസിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് മെറ്റൽസ് ഇറോഡ് ചെയ്ത് പോകും. അതാണ് ആക്ച്വലി കാവിറ്റേഷൻ എന്ന് പറയുന്നത്. The bubbles of these vapors are carried by the flowing liquid into the region of high pressure where they collapse, giving rise to high impact pressure. The pressure developed by the collapsing bubble is so high that the materials from the adjoining boundaries get eroded and cavities are formed on them. This phenomenon is known as cavitation. ജസ്റ്റ് ഒരിക്കലോട് പറയാം, എവിടെയാണ് ഈ ബബിൾസ് ഫോം ചെയ്യുക, ആ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ടെമ്പറേച്ചറിലെ വേപ്പർ പ്രഷറിന് ഈക്വൽ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ബബിൾസ് ഫോം ചെയ്യും. ആ ബബിൾസ് എലോങ് ദ ഫ്ലൂയിഡ് ക്യാരി ചെയ്തിട്ട് ഹൈ പ്രഷർ റീജിയനിലെത്തുന്ന സമയത്ത് എന്താ, ആ ബബിൾസ് കൊളാപ്സ് ചെയ്യും. ആ കൊളാപ്സ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ അത്രക്കും ഹൈ ഇൻറ്റൻസിറ്റി പ്രഷറാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ പ്രഷർ വേവ്സ് മെറ്റാലിക് സർഫസിൽ പോയി സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, മെറ്റൽസ് ഇറോഡ് ചെയ്തിട്ട് ഇവിടെ ക്യാവിറ്റീസ് ഫോം ചെയ്യും. ആ ഫിനോമിനാണ് കാവിറ്റേഷൻ എന്ന് പറയുന്നത്.